നമസ്കാരം. കുട്ടിക്കളിയല്ല കുട്ടികളുടെ ഡ്രൈവിംഗ്. ദയവായി രക്ഷിതാക്കളെ തിരിച്ചറിയുക. നമ്മൾ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, ആരുടെയെങ്കിലും മരണം അറിയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു അപകടം അറിയുമ്പോൾ അറിയാതെ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് തേങ്ങിപ്പോകാറുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ വാഹനവും എടുത്ത് പുറത്തേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ ദയവായി രക്ഷിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ അപകടവും ഇല്ലാതാക്കുന്നത് ഒരു കുടുംബത്തെയാണ്, കുടുംബത്തിന്റെ പ്രതീക്ഷയെയാണ്. അത് തിരിച്ചറിയുക ദയവായി രക്ഷിതാക്കളെ. വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കുട്ടിക്കളിയല്ല കുട്ടികളുടെ ഡ്രൈവിംഗ്. രക്ഷിതാവിന് അഭിമാനമാണ് തന്റെ 5 വയസ്സായ കുട്ടി, 8 വയസ്സായ കുട്ടി കാർ ഓടിക്കുമെന്ന് പറയുന്നത്. തന്റെ 5 വയസ്സായ മകൻ, 10 വയസ്സായ മകൻ ബൈക്ക് ഓടിക്കുമെന്ന് പറയുന്നത് രക്ഷകർത്താവിന് അഭിമാനമാണ്. അഭിമാനത്തോടു കൂടി പറയുന്ന രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട്, ആ വാചകങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പറയുന്നതിന് കാരണം ബാംഗ്ലൂരുവിൽ നടന്ന ഒരു ഡ്രൈവിംഗിന്റെ വീഡിയോ കണ്ടതോടെയാണ്. 6 കുട്ടികൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്കൂട്ടിയിൽ യാത്ര ചെയ്യുന്നു. നേരെ ഇരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. മുന്നിലിരിക്കുന്ന കുട്ടി വളരെ ആയാസപ്പെട്ട് തിരക്കേറിയ റോഡിലൂടെ വാഹനത്തെ നിയന്ത്രിക്കുന്നുണ്ട്. കണ്ടു നിൽക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പോലീസ് പോലും പ്രതികരിക്കുന്നില്ല. ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട ആ വീഡിയോ ഒരുപാട് ചർച്ചകൾക്ക് ഇടം നൽകിയിരിക്കുന്നു, ഒരുപാട് വിവാദങ്ങൾക്ക് ഇടം നൽകിയിരിക്കുന്നു. രക്ഷകർത്താവിനെതിരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് ഒരാൾ എഴുതിയത്. മാത്രവുമല്ല, ഈ 6 കുട്ടികളുടെയും രക്ഷിതാക്കളെ ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കണം എന്നൊരു വാദവും ഉയർന്നിട്ടുണ്ട്. അതിനോടൊക്കെ ആളുകൾ അനുകൂലിക്കുന്നുമുണ്ട്. ബംഗളൂരുവിലെ ഗൗരിപാളയത്തുള്ള പതരായണപുരം എന്ന മെയിൻ റോഡിലൂടെയാണ്, ധാരാളം വാഹനങ്ങൾ ചീറിപ്പായുന്ന ആ മെയിൻ റോഡിലൂടെയാണ് ഈ കുട്ടികൾ വാഹനം ഓടിക്കുന്നത്. ഒരുപാട് വിമർശനങ്ങൾ പോലീസിനെതിരെ ഉയരുന്നുണ്ട്. പോലീസ് കണ്ടിട്ട് പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, രക്ഷിതാക്കൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. ഈ കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു അപകടം ഉണ്ടായെങ്കിലോ എന്ന രീതിയിലൊക്കെ വിലപിക്കുന്ന ആളുകളുണ്ട്. രക്ഷകർത്താക്കളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇത് രക്ഷാകർതൃത്വമല്ല, ഗുരുതരമായ ക്രിമിനൽ അശ്രദ്ധയാണ്. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആർക്ക് ഇല്ലാതെ പോകും? തീർച്ചയായും സമൂഹത്തിന് ചൂണ്ടുപലകയാകുന്ന ഒരു നടപടി ഇതിൽ ജനം ആവശ്യപ്പെടുന്നു. ബാംഗ്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും കൊച്ചു കുട്ടികളെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ രക്ഷിതാവ് പുറകിൽ ഗമയിലിരിക്കുകയാണ്. 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, 12ഓ 13ഓ വയസ്സായ കുട്ടികൾ വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു വരികയാണ്. അതുപോലെ കുട്ടികൾക്ക് ലൈസൻസ് ഇല്ല. ഒരു അപകടം വന്നാൽ ഇത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നറിയാത്ത ഈ പാവം കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വാഹനം ഓടിച്ച് അഹങ്കാരത്തിൽ, അഭിമാനത്തിൽ എന്നല്ല പറയുന്നത്, അഹങ്കാരത്തിൽ രക്ഷിതാവ് 2 വശവും കൈകളൊക്കെ കൊടുത്ത് അങ്ങ് ഇരിക്കുകയാണ്. കണ്ടോടാ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ എന്ന രീതിയിൽ. തീർച്ചയായും ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാക്കണം. കൊച്ചുകുട്ടികളെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുന്ന രക്ഷിതാക്കളെ ഒരാഴ്ചയെങ്കിലും ജയിലിലാക്കണം എന്ന് പറയുന്നില്ല, കുറഞ്ഞ പക്ഷം സാമൂഹ്യ സേവനം എന്ന രീതിയിലെങ്കിലും, റോഡ് വൃത്തിയാക്കുന്ന രീതിയിലെങ്കിലും ഒരു ശിക്ഷ നൽകാൻ. റോഡ് വൃത്തിയാക്കുന്നത് ശിക്ഷയെന്നല്ല ഞാൻ പറയുന്നത്, ശിക്ഷയായി സാമൂഹ്യ സേവനം, റോഡ് വൃത്തിയാക്കൽ, അങ്ങനത്തെ രീതിയിലുള്ള ശിക്ഷകൾ നൽകണം എന്നൊരു അഭിപ്രായം രക്ഷിതാക്കൾ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന നാട്ടുകാർ പുറപ്പെടുവിക്കുന്നുണ്ട്. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഓടിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടിയാൽ അതിനെ യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കരുത് എന്നും അതിനെ ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടണമെന്നും അഭിപ്രായപ്പെടുന്ന നാട്ടുകാരുണ്ട്. റോഡിൽ പോകുന്ന സാധാരണ ജനങ്ങൾ അവരുടെ നെഞ്ചത്തേക്കായിരിക്കും പലപ്പോഴും ഈ വാഹനം ഓടിച്ചു കയറ്റുന്നത്. അതുകൊണ്ട് ദയവായി ബഹുമാന്യ രക്ഷിതാക്കളെ, ബഹുമാന്യ നാട്ടുകാരെ, കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വാഹനങ്ങൾ ഓടിപ്പിക്കരുത്. അതിൽ കൂടെ കിട്ടുന്ന അഭിമാനം അത് അഹങ്കാരമാണ്. വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, കുട്ടിക്കളിയല്ല കുട്ടികളുടെ ഡ്രൈവിംഗ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.